പൊന്ന് സാറ്, എന്റെ പേര് ചാക്കോ എന്നല്ല സഹദേവൻ എന്നാണ്. ഞാൻ ചാക്കോ എന്ന് വിളിച്ച് ശീലിച്ച് ആ മീറ്ററിൽ കിടക്കുക. ഇനി പേര് മാറ്റി വിളിച്ചാൽ മീറ്റർ തെറ്റുവന്നു. സാറിന്റെ കാര്യം സഹദേവനെ പകുതിയാക്കിയിട്ട് എന്നെ സഹോന്ന് വിളിച്ചോ. അപ്പൊ സിനിമ മാറി പോകത്തില്ലേ? എങ്ങനെ CBI മാറിട്ട് കട്ടപ്പള്ളി ഋതിക് റോഷൻ ആയി പോകത്തില്ല? എടോ ഞാൻ വിളിക്കുമ്പോ താൻ വിളി കേക്കണ്ട, ഒന്ന് മൂളാവോ? മൂളാ സാറേ. ചാക്കോ അതെന്നാ മൂളിലടോ ആ മൂളി? അല്ല സാറേ, അത് ഞാൻ വേറെ ഉണ്ടാക്കണമെന്നല്ലേ നല്ല മൂളിന്റെ അർത്ഥം. ഇല്ല സാറേ, അത് ഓഡിയോയുടെ പ്രശ്നമാണ്. എക്സ്പ്രഷൻ കറക്റ്റ് ആണ് സാറേ. രണ്ടും കൂടെ കറക്റ്റ് ചെയ്ത് മൂളു. മൂളാ. ചാക്കോ ഡെമ്മി എടുക്കൂ. സാറേ ഡെമ്മി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ഡെമ്മി നാട്ടെ എന്ത് തോന്നിയാ സാറേ? എന്നാ സാറേ? എടോ മരിച്ചവരനാണല്ലേ, അതെ. പിന്നെ താനും പെണ്ണിന്റെ ഡെമ്മി ആയിട്ട് വന്നേക്കുന്നു. സാറേ പെണ്ണിന്റെ ഡെമ്മി ആകുമ്പോ പിടിച്ചോണ്ട് ഒരു സുഖം ഉണ്ടല്ലോ സാറേ, അതാണ്. തനിക്ക് സൂചിക്കാനാണോ CBI കേസ് എടുത്തില്ല? അല്ല സാറേ, മാറ്റി വെക്കാം സാറേ. ചാക്കോ എടോ വിളിക്കുമ്പോ മുക്കാനല്ല മൂളാനാണ് പറഞ്ഞത്. ഇതല്ല സാറേ, ഞാൻ ഈ ഡെമ്മി ഒന്ന് വെച്ചോട്ടെ സാറേ. ഇതുവരെ അതിൽ നിന്ന് പിടിവിട്ടില്ലേ? പിടിവിട്ട് നിൽക്കുവാണ് സാർ. തന്റെ പിടിവിട്ട് നിൽക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പോയാൽ താനും വഴി തെറ്റും, ഈ കേസും വഴി തെറ്റിക്കും, എന്നെ ഒരുപാട് തെറ്റിക്കും. ഇല്ല സാറേ, ഞാൻ വഴി തെറ്റിക്കില്ല സാറേ, തെറ്റിക്കില്ല. ചാക്കോ ഇന്നലെ നാദാപുരത്ത് മഴ പെയ്തിരുന്നോ? സാറേ നമ്മുടെ കേസ് കിടക്കുന്ന തൊടുപുഴയാണ്, പിന്നെ എന്തിനാണ് നാദാപുരത്ത് മഴ പെയ്യോന്ന് ചോദിക്കുന്നത്? ആയിക്കോട്ടെ, എന്റെ പെണ്ണുമ്പുള്ള വീട് നാദാപുരത്ത്, അവിടെ മഴ പെയ്യോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചു ചോദിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാ കേട്ടോ, നാദാപുരത്ത് ഇന്നലെ വെള്ളൊരു വെട്ടി മഴ പെയ്തു. ദൈവമേ, അമ്മായി അമ്മേനെ കാത്തോണ്ട് അവരുടെ പെൻഷന്റെ പുറത്താ മുന്നോട്ട് പോകുന്നു. സാറേ ഇതാ സാർ, എന്താണോ ഇത്? തുമ്പിന്റെ കേസാണ് സാർ. തുമ്പിന്റെ കേസോ? അല്ലല്ല, കേസിന്റെ തുമ്പാണ് സാർ. ഇത് ഇങ്ങോട്ട് തീറ്റിപ്പിടിച്ചില്ല, എന്താണോ കാര്യം? സാറേ ഈ FIR ഒന്ന് വായിക്കും സാർ. എന്റെ കൈ ഫ്രീ അല്ല, പുറകിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? സാറേ ആ കൈയൊന്ന് അഴിച്ചിട്ട് വായിക്കാൻ പാടില്ല സാർ. അഴിച്ചാ വട്ടം പൊളിയും. അതിനാ സാറേ? നേരെ ഈ കൈ വന്ന് തല ചൊറിയും. തന്റെ തലയിലൊക്കെ ഒന്ന് നോക്കി. സാറേ ഈ ഭാഗത്ത് മുടിയില്ലോ സാറേ? എങ്ങനെ ഉണ്ടാവൂടോ? അതിനാ 6 പാറ്റ് നിർത്താതെ ചൊറിഞ്ഞ് മുടി മുഴുവൻ പറഞ്ഞു. സാറേ എന്തെങ്കിലും ചെയ്യ സാറേ. നമ്മൾ ഒരു പണി, നമ്മളിപ്പോ എവിടെ വന്ന് നിൽക്കുന്നത്? സാറേ നമ്മൾ വന്നിരിക്കുന്നത് ജോർജ് കുട്ടിയുടെ വീടാണ് സാർ. കൊള്ളാം. എത്ര രൂപ കൊടുത്ത ഈ വീട് കിട്ടുള്ളൂ? സാറേ നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ സാറേ. അല്ലെന്ന് തനിക്ക് അറിയാലോ? അറിയാം. എന്നാ പിന്നെ ജോർജ് കുട്ടി വിളിക്കൂ സാർ. എടോ ജോർജ് കുട്ടി. ജോർജ് കുട്ടിയാണ് സാർ. പറിച്ചു വെച്ചേക്കുവാ കേട്ടോ ജോർജ് കുട്ടീനെ. ഇഞ്ചി പറിച്ചു വെച്ചേക്കുവാ. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. ഐ ആം സേതുരാമർ ഫ്രം SBI. ഞാൻ SBI ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ വന്നോളൂ സാറേ. SBI അല്ല സാറ്, CBI. ഓ, എനിക്ക് എസും സിയും തെങ്ങും അറിഞ്ഞു പോകൂടും. അപ്പൊ ബി അറിയത്തില്ലേ? ഈ സെന്ററിൽ കിടക്കല്ലേ, മറിയാനുള്ള സ്പേസ് ഇല്ല. സാറേ CBI എന്ന് പറ സാറേ. ജോർജ് ഇയാൾ ഇങ്ങനെ നിൽക്കണേ. ഇയാളെന്താണോ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ക്യാരറ്റ് പിടിച്ചാണ് സാർ. കാറ്റും പിടിച്ച് നിൽക്കാൻ താൻ മുയലാണോ? സാറേ എന്താണ് സാറേ ഇത്തോടെ സ്റ്റാൻഡേർഡുള്ള കോമഡി പറ സാറേ. സാറൊന്നുമല്ലൊരു CBI അല്ലേ? ആര് പറഞ്ഞു ഞാൻ CPI? ഞാൻ കേരള കോൺഗ്രസ് ക്യൂ ആണ്. കേരള കോൺഗ്രസ്. സാറേ പൊളിറ്റിക്സ് അല്ല പറഞ്ഞ സാർ, ഒരു CBI അല്ലേ? കുറച്ചുകൂടെ സെറ്റപ്പ് സാർ. മിസ്റ്റർ ജോർജ് വരുന്നെന്ത് പറ്റി? എനിക്ക് വരുന്നറിയാമോ? എനിക്ക് വരാനും അറിയാം, പോകാനും അറിയാം സാർ. ചമ്മിയല്ലോ രാവിലെ. സാറിന്റെ മുഖം ചമ്മിയ പോലെ ഇരിക്കണം, അതുകൊണ്ടാണ്. ഇല്ലെന്ന് സാർ ചെല്ലു. മിസ്റ്റർ ജോർജ് തനിക്ക് വരാനും പോകാനും അറിയാമെന്നല്ല ചോദിച്ചത്, പിന്നെ മരിച്ച വരനെ അറിയാമോന്ന്. സാറേ ഫോൺ വന്നു സാറേ. ഓ, ഈ മരിച്ച വരന് 100 ആയുസാ കേട്ടോ. അതിനാ സാറേ? അവന്റെ പേര് പറഞ്ഞപ്പോഴേ അവന്റെ അച്ഛൻ കളക്ടർ പ്രഭാകരൻ വിളിക്കുന്നു. എടുക്ക് സാറേ, എടുക്ക്. ഹലോ, CBI സേതുരാമൻ സ്പീക്കിംഗ്. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ആയിക്കോട്ടെ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും എനിക്ക് മനസ്സിലായി. കോളിംഗ് ബെല്ലും വരുന്നതായിട്ട് തോന്നുന്നു അല്ലേ? അതല്ലേ? എന്റെ പൊന്നു പ്രഭാകർജി, ഞാൻ വന്നിട്ട് പണിക്കിറങ്ങിയേ ഉള്ളൂ സൈറ്റിൽ. എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ. ക്ഷമിക്കണം കേട്ടോ. അയ്യോ ക്ഷമിച്ചേക്കാം. ഈ കേസ് ഏറ്റെടുത്ത് അന്ന് തുടങ്ങി ഫോൺ ചെയ്തുള്ള ശല്യം അറിയാമോ? ഇവന്റെ നമ്പർ നോക്കി ഇവനെ അങ്ങോട്ട് വിളിക്കുന്ന എനിക്കൊന്നും അറിയണം. അതാണ് സാർ നല്ലത്. ചോദിക്കും സാറേ. ജോർജ് എന്താണ് സംഭവിച്ചത്? പറഞ്ഞു സാർ. ഭാര്യയും 2 മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാറിൻ്റെ. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു. അതാ പെട്ടു. ക്ഷണിക്കപ്പെടാതെ അത് വീട്ടിലേക്ക് വന്ന് കയറിയാ പെട്ടുപോകും. രാത്രിയാണെ പ്രത്യേകിച്ചും വല്ലതും വെച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, ഒരു കോഴിനെ പിടിച്ച് കറി വെക്കുക, കപ്പ കുറച്ച് മുഴുങ്ങുക, സെറ്റ് ചെയ്യും. ചിക്കനും കപ്പ ഉണ്ടാക്കണ കാര്യം പറയും സാർ. എന്തോ ഈ പറയുന്നത്? ഒരു അതിഥി വീട്ടിൽ വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടോ? തന്നെ വീട്ടിൽ ആദ്യം വന്ന് താങ്ക് കോഴി വെച്ച് കൊടുക്കുകയല്ലോ. ഞാൻ പന്നി വളർത്തി കൊടുക്കും. അത് ശരി. അപ്പൊ താനിക്ക് പന്നി ഉണ്ടാക്കി കൊടുക്കാം. ആ പാവപ്പെട്ട കോഴി വെച്ച് കൊടുത്തോളൂ. കഴിക്കാൻ നല്ലോ ഇവനെ. ജോർജ് കുട്ടി, തനി കോഴിയോ ബീഫോ ചിക്കനോ മേടിച്ചോളൂ, ഞാൻ പൈസ തരും. ഈ പന്നൻ പച്ചക്ക് കൊടുക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നപ്പോ ഇവൻ ചക്കപ്പുഴുക്കും മത്തിക്കറി കഴിച്ചിട്ട് എനിക്ക് തുള്ളി തന്നില്ല.
എന്താണ് സാറേ പറയുന്നത്? സാറ് നമ്മൾ കേസ് അന്വേഷിക്കാൻ വന്നതാണ്, ചിക്കൻ ഉണ്ടാക്കാൻ വന്നതല്ല. കേസിലേക്ക് വാ സാറേ. പ്രതീക്ഷിക്കാതെ അതിന് വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോടും. സാറേ എനിക്കൊരു അവസരം എന്താ സാറേ, ഈ പന്നനെ കൊണ്ട് ഞാൻ പുല്ല് പോലെ ഈ സഹദേവം പറയിക്കാം. താൻ മാറിക്കും. എടോ ദൃശ്യം മണ്ണിൽ തനിക്ക് സമയം തന്നാണോ? താൻ വല്ലതും ഉണ്ടാക്കിയോ? തന്റെ അടുത്തായിട്ട് കേസ് കളിയാതെ പോയി. താൻ ഒറ്റ കണ്ട ദൃശ്യം 2 വരെ കണ്ടു വന്നത് എത്ര രൂപ ചെലവായെന്നറിയോ? സാറേ ഒരു അവസരം എന്താ സാറേ, ഇവനെ തത്ത പറയിക്കണ ഈ സഹദേവം പറയിക്കും. താൻ പറയിക്കും. പറയിക്കും. എന്നാ പണയ്ക്ക് കാണട്ടെ. ചാക്കോ സ്റ്റോപ്പ് ഇറ്റ്. എന്താ സാറേ കൈ കെട്ടാനുള്ള പേറ്റന്റ് എനിക്കാ. പരാജയം സാറേ. എടാ ജോർജ് കുട്ടി, ചോദിക്കണേന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം. നിന്നെ ഞാൻ വെറുതെ കൊടുത്തില്ല. പറയടാ, മെയ് 2-ാം തീയതി എന്താണ് സംഭവിച്ചത്? മെയ് 2 അല്ല, സെപ്റ്റംബർ 2-ാം തീയതി എന്താണ്? ഒക്ടോബർ ആണ് സാറേ. ഒക്ടോബർ ആദ്യം കർക്കടകം ഇതിനാണോ സാറേ? എടാ കാല, നീ എന്നാലും ഓഗസ്റ്റ് 2 പറയല്ലോ. കിട്ടിപ്പോയി. സെപ്റ്റംബർ ആണ്. ഓഗസ്റ്റ് 2-ാം തീയതി എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല സാർ. ഓർമ്മശക്തിക്ക് വലിയ ചന്ദ്രനാദി ബെസ്റ്റാ. കപകെട്ടിനോ മമ്മൂട്ടി ചമ്മില്ലേ? ചമ്മില്ലേ? ഇതാണ് പറയുന്നത്, തലയിരിക്കുമ്പോ വാലാടണ്ട. പാല അനങ്ങിയാ കുഴപ്പമുണ്ടോ സാർ? വാലനങ്ങണ്ട, ചത്തതുപോലെ കിടന്നാ മതി. എങ്ങനെ ചോദിക്കണം, ഞാൻ കാണിച്ചു തരാം. ജോജൂട്ടി, അന്നെന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് 2-ന്? സാർ, പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊടുപുഴയിലെ റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു. അയ്യോ, റാണി ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി എന്നാ ടേസ്റ്റ് അറിയോ? ആണോ? താൻ കഴിച്ചിട്ടില്ലേ? ആ ബിരിയാണിക്കകത്തൊരു മുട്ട ഇരിക്കും, അതാണ് അതിന്റെ ഹൈലൈറ്റ്. സാറേ എല്ലാ ബിരിയാണിക്കകത്തും മുട്ട ഇല്ല സാറേ. ആര് പറഞ്ഞു ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ട്? ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല അവിടുന്ന്. ആ തനിക്ക് കിട്ടത്തില്ല. ഹോട്ടലിൽ കയറുമ്പോ വെയിറ്റർ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമല്ലേ, അപ്പൊ അവന്റെ മുഖത്ത് ചോദിക്കണം മുട്ടയുണ്ടോ. അപ്പൊ അവൻ മുട്ട ഉണ്ടെന്ന് പറഞ്ഞാലേ ബിരിയാണി ഓർഡർ ചെയ്യാവുള്ളൂ. സാർ എന്താണ് സാറേ മുട്ടയില്ലാത്ത ബിരിയാണി തന്നെ കേസ് മുഴുവൻ ചീറ്റി പോണത്? തനിക്ക് മുട്ട കിട്ടി? എനിക്ക് കിട്ടി. സാറ് CBI ആണ് സാറേ. നമ്മൾ കേസ് അന്വേഷിക്കാൻ വന്നാണ്. ബിരിയാണിയുടെ മുട്ട വീട് സാറ് ചെല്ലു സാറേ. മിസ്റ്റർ ജോർജ് കുട്ടി, ബിരിയാണി കാണിച്ച് CBI വഴിതെറ്റിക്കാമെന്ന് കരുതണ്ട. പിന്നീട് എന്ത് സംഭവിച്ചു? സാർ, ഞാനും ഭാര്യയും മക്കളും കൂടി അവിടുത്തെ ലോഡ്ജിൽ ഒരു റൂം എടുത്തു. അടിപൊളി. ബിരിയാണി കഴിച്ചാൽ ചെറിയ ക്ഷീണം വരും. ലോഡ്ജിൽ പോയി 2 റൂം എടുത്തു. പിള്ളേര് 2 വേറെ റൂമിൽ, ഇവർ 2 ഒരു റൂമിൽ. സാർ അങ്ങനെ വേറെ റൂമിൽ? പിള്ളേര് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. 2 റൂം എടുത്തിട്ട് പറയൂ. സാറേ, 2 റൂമല്ല, ഞാൻ ഒരു റൂമേ എടുത്തുള്ളൂ. ഒരു റൂം എടുത്തുള്ളൂ? എന്തിനാണ് ആ കാശ് ചുമ്മാ കളഞ്ഞ? ആ കാശ് കൂടെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി 2 റൂമിൽ കിടന്നാ പോലെ. സോറി സാർ. സാറേ ഫോണിൽ മെസ്സേജ്. ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ്. വാട്സപ്പിൽ മെസ്സേജ് എടുക്കും. സാറിന്റെ വല്ല കേസ് കേട്ടായിരിക്കും. അല്ല കേസിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും സാറേ. കേട്ട് നോക്കാം സാറേ. അമേരിക്കയിലുള്ള വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താ സംഭവിച്ചെന്നറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഫോൺ കോളും ശബ്ദവും. അവന്റെ ബെല്ലി ആ വാട്സപ്പ് അന്വേഷണം ചെയ്തേ. എത്രയും പെടുത്തുന്ന ഒരാളെ പറഞ്ഞു വിട്ട് അവന്റെ ലാൻഡ് ഫോണും കോളിംഗ് ബെല്ലും കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ജോർജ് പറയൂ, എന്താണ് സംഭവിച്ചത്? സാർ, ഭാര്യയും 2 മക്കളും ഉള്ള ഒരു കൊച്ചു കുടുംബമാണ് സാർ. പിന്നെ വീട്ടിൽ ഫാം നടത്തുമല്ലേ? എല്ലാവർക്കും ഒരുത്തനോട് ചോദിച്ച അമേരിക്ക, ഒരുത്തനോട് ചോദിച്ച അവന്റെ കൊച്ചു കുടുംബം. ഇതെന്നാണോ ഇത്? കഷ്ടമാണോ ചക്കോ? ഇങ്ങോട്ടൊരു. ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല സാറേ. ഇവൻ ജോർജ് കുട്ടിയാണ്. എന്റെ ദൈവമേ, കേസ് അതാണോ? പിന്നെ സാർ, ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരാളല്ല. അത് പറ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇവന്റെ പുറകെ അല്ല, ഇവൻ നമ്മളുടെ മുമ്പെയാണ്. അത് 2 ഒന്നല്ലേ സാറേ? ആയിക്കോട്ടെ. എടോ, എനിക്ക് ഡയലോഗ് ഇല്ലാതെ പുഴുക്കണ്ടെന്ന് കരുതി ഞാൻ കൈ നിട്ട് പറഞ്ഞു. അതിൽ പിടിച്ചാടല്ലേ? ഇല്ല, പറഞ്ഞു സാറേ, പറഞ്ഞു. CBIയുടെ ബുദ്ധി എന്താണെന്ന് ഞാൻ ഇവന് മനസ്സിലാക്കി കൊടുക്കാം. വേണോ സാറേ? മനസ്സിലാക്കി കൊടുക്കാം. എന്തിനാണ് സാറേ ആ കപ്പ് പൊട്ടിച്ചളഞ്ഞത്? എടോ, അവന് ചെവി കേൾക്കാമെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്താ. ഇത്ര നേരം അവൻ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നല്ലേ? അത് അവന്റെ അഭിനയമാണെങ്കിലും. കപ്പ് പൊട്ടിച്ചു. ഞാനല്ല, സാറാണ് പൊട്ടിച്ചത്. താൻ എന്ത് വെളിവോട്ടവനാണോ? ഒരു വീട്ടിൽ കയറി വന്ന് അവിടെ ഇരിക്കുന്ന കപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പറ്റിയത് തന്നെയൊക്കെ ആരാണോ CBI എടുത്തത്? എന്നെ ആരോടോ CBI? എനിക്കറിയാമല്ല. ഡൽഹി വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു തന്നാ മതിയോ? എന്തോരം വില ഉണ്ടായിരുന്നോ? എന്റെ കൂട്ടുകാർ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കപ്പാ ഇത്. ദുബായിൽ നിന്ന് വന്നിട്ട് കപ്പാണോ കൊണ്ടുവന്നത്? പിന്നെ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നായിരുന്നു എന്ന് അതിട്ട് നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതിന്റെ പിന്നെ സാറ് നേരത്തെ സാറിന് അവന്റെ കൂടുതൽ വെള്ളം അടിക്കാൻ പോകണോ സാറേ? അവൻ പ്രതിയാണ്. സാറേ, ഇപ്പൊ ഞാൻ കയറി ഒന്നങ്ങ് അടിച്ചാലോ? പറ്റത്തില്ല. ഞാൻ അടിക്കാറിക്കുമ്പോ താൻ സമ്മതിച്ചല്ലോ. ഞാൻ
ഇണങ്ങി നിക്കണം സാറേ വെള്ളടിക്കണാരല്ലേ ചോദിച്ചാൽ ഞാൻ ഒറ്റ അടി കൊടുത്ത് അവനെ കൊണ്ട് സത്യം പറയിച്ചാലോ? നോ ചക്കോ, CBI കേസ് കളിക്കുന്നത് ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിട്ടല്ല, ബുദ്ധി ഉപയോഗിച്ചാണ്. അതാ കപ്പ് പൊട്ടിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഇവനെ മാനസികമായി ഞാൻ തകർക്കും. അവന്റെ പാത്രം മുഴുവൻ തകർക്കൂല്ലേ സാറ്? താൻ എന്നെ തകർക്കാൻ കൂടെ നടക്കും. ഇല്ല സാറേ, ഞാൻ തകർക്കില്ല. സാറ് തകർത്തു ചെല്ലു സാറേ. മിസ്റ്റർ ജോർജ് കുട്ടി, നിങ്ങൾക്കിനി രക്ഷയില്ല. CBIയുടെ വല നിങ്ങളിൽ മുറുകി കഴിഞ്ഞു. വരനെ കൊന്നതും പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടതും അതിന്ന് മാന്തിയെടുത്ത് അസ്ഥികുടം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്തതും താനാണ് തെളിഞ്ഞു കഴിഞ്ഞു. CBIക്ക് വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞു. സാറേ, നമ്മുടെ കയ്യിൽ ഒരു തെളിവും കിട്ടിയിട്ടില്ല സാറേ. ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ രാപാട് 3 പേപ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ തെളിവുണ്ടാ എവിടെ നിന്ന് കിട്ടി? അപ്പൊ താൻ ദൃശ്യം 1 ഉം 2 ഉം കണ്ടില്ലേ? അത് കൃത്യമായിട്ട് പറയുന്നു ഇവനെ കൊന്നെന്ന്. വീഡിയോ വിത്ത് മ്യൂസിക്. ഇത് വെച്ചിട്ടാണോ പിടിക്കാൻ പോണത്? ഫോൺ അടിക്കും. ഇവിടെ തന്നോട് പറഞ്ഞു ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്. സാർ ക്ഷമിക്കണം. വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചായിരിക്കും സാർ. ക്ഷമിക്കണം. ഹലോ ഹലോ, സേതുരാമയ്യർ സാർ ഉണ്ടോ? സാറേ, എന്റെ ഭാര്യയല്ല. സാറിനെ ഏതോ സെറ്റപ്പ് വിളിക്കണം. അല്ല, കേസിന്റെ കാര്യത്തിന് ആരോ വിളിക്കണം. ഒരു പെണ്ണാണ്. ആ, ഹലോ സേതുരാമയ്യർ, CBI. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. വരണിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ. പട്ടി വരണം എന്താ സംഭവിച്ചത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പഴാ പിടികിട്ടിയത്. എടാ, ആ പാവത്തിന് ആരും കൊന്നതല്ല, നിന്റെ ശല്യം കാരണം അത് തന്നെ കുത്തി ചത്തായിരിക്കും. ഒരു പരിചയമില്ലാത്ത എന്നോട് ഈ ദ്രോഹം ചെയ്യുമ്പോ ആ സ്വന്തം വീട്ടിൽ താമസിച്ച ആ പയ്യനോട് ഇവൻ എന്തുമാത്രം ദ്രോഹം ചെയ്തു ജോർജ് പറയൂ. സാർ, ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. നിന്റെ കൊച്ചു കുടുംബമായി പോയത് നിന്റെ കഴിവേട്. അതിന് CBI എന്നാ പഠിച്ചടാ സാറേ. അപ്പൊ ജോർജ് കുട്ടി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകും. അത് എന്നോടാണോ ചോദിക്കുന്നത്? ആരോട് ചോദിക്കും? ദൃശ്യം 3 ഇറങ്ങുമ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞു തരും.